ഒരു പക്ഷവൻ നിന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനല്ലെന്ന് കരുതി ഞാൻ മറന്നോളാം. അവൻ ജീവനോടിരിക്കുന്ന കാലം ഈ നികൃഷ്ട ലോകത്തിന്റെ ആശകൾ നിറവേറ്റുന്ന സുൽത്താനായി വാഴണം. ഈ ഒരു മൂവിയാണ് നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തിയത് കേട്ടോ. ഫ്രൈഡേസ് മിക്കവാറും ഇവിടെ മൂവി നൈറ്റ് ആയിരിക്കും. മിക്കവാറും അതിലെല്ലാ മൂവീസും ഡോഗ്സ് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു മൂവിയായിരുന്നു ഡോഗ്സ് വേ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി. അത് കണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഡോഗിനെ ഇവിടെ മേടിക്കുക എന്നുള്ളത്. അങ്ങനെ അതിനുള്ള കേജും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. നമ്മുടെ റോളക്സ് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കേജും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലാണെങ്കിലും ശരത്തിന് ഓർമ്മ വെച്ച കാലം മുതലാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ വീട്ടിലും ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്യുവർ ലവ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരില്ലാണ്ടുള്ള ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ പനിച്ച് വരച്ച് കിടക്കുന്ന എന്നെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ പോയി. എന്ത് പറ്റി? കെട്ടുമ്പോഴേക്കും ബാഗൊക്കെ എടുത്ത് തിരിച്ചു വരാനും മീറ്റിംഗ് കഴിഞ്ഞായിരുന്നോ നേരത്തെ? വൈകിട്ട് വരെ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് കഴിഞ്ഞോ? നമ്മൾ പോവാനായിട്ടേ അവനെ കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയില്ല എങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുചേട്ടൻ നല്ല ഉറക്കമാണ്. ആക്ച്വലി നമുക്ക് ഇന്നവനെ കൊണ്ടുവരാനായിട്ടൊരു പ്ലാൻ ഇല്ലായിരുന്നു. 2 ദിവസം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യുമായിരുന്നു എന്നാൽ പിന്നെ അവനെ കൊണ്ടുവന്നോട്ടേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ഓക്കെയും പറഞ്ഞു. അങ്ങനെയായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിന്ന് അവനെ കൊണ്ടുവരാനായിട്ട് പോയത്. പിള്ളേരും ശരത്തൊക്കെ കൂടെ എന്തെങ്കിലും മേടിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കാണും കേട്ടോ അവിടെ പ്രിസ്പൈറാലിൽ. ഞങ്ങളിതാ ഇവിടെ ഇരിക്കണം. പുള്ളി നല്ല ഉറക്കത്തിലാണ്. കൂർക്കം വലിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരിക്കണം. പാവത്ര ദിവസം ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ട അച്ചുവിൻ്റെ ഒക്കെ ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ കിടത്തുന്ന പോലെ ഉള്ള ഫീല്. നിന്റെ ഉള്ളോ സ്നേഹമല്ലേ നിന്നോടലോ നന്ദിയല്ലേ കണ്ണു രണ്ടും കാവലല്ലേ മണ്ണിതിൽ നീ നന്മയല്ലേ കള്ളമില്ല സ്നേഹത്തോടെയുള്ള തോടുമ്പോൾ നീ എനിക്കും ഞാൻ നിനക്കും ചങ്ങാതിയായി. വിളിക്ക് ചേച്ചിനെ, വിളിക്ക് 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 വിളിക്ക്. ആരെയാണ് നോക്കണേ? ആരാണ്? ആര്? ചേട്ടനും ചേച്ചിനെയും കാണാനില്ലേ? കാണാനില്ലേ ചേട്ടനെയും ചേച്ചീനെയും? അവരെ കാണാനില്ലേ? അതാണ് വിഷമം. അവർ ഉക്കുളി പോയിക്കല്ലേ?
അല്ലേ? അവർ ഉക്കുള്ളി പോയില്ലേ? വിളിച്ചോ വിളിച്ചോ. അച്ചു, ദിയ, അച്ചു. ആരാണ് എൻ്റെ തുണികളിൽ കിടന്ന് ഉറങ്ങണേ? ആരാണ് എൻ്റെ തുണികളിൽ കിടന്ന് ഉറങ്ങണേ? ഈ നോക്ക്, ഈ കാലിലെ ഈ നടുവിലെ 2 വിരല് മാത്രല്ല വൈറ്റ്. അതല്ല, ഇപ്പൊ ഇവന്റെ എല്ലാ നടുവിലെ വിരലുകളും വൈറ്റാ. ഇതൊക്കെ ഉണ്ടോ? ഇത് 2 വൈറ്റ്, ഇത് 2 വൈറ്റ്. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും. മാറുവോ? ഇവന്റെ എല്ലാ നടുവിലെ പിന്നെ നഖത്തിനും വ്യത്യാസമുണ്ട്. വെള്ള നഖവും കറുത്ത നഖവും. എന്താ? ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണ ആദ്യമായിട്ടോ ഏട്ടാ. എനിക്ക് തന്നെ അല്ലേ 2 കളറിലെ നഖങ്ങള്. ഞാനേ പലപ്പോഴും ശരത്തിനടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് ഡോഗ്സ് ആയിട്ട് ഇത്രയും ക്ലോസ് ആവാനായിട്ടുള്ള കാര്യം എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് പറഞ്ഞ് ഒരാളുടെ അടുത്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. എവിടെ അമ്മയുടെ പൊന്നെവിടെ? എവിടെ അമ്മയുടെ തക്കര? എവിടെ അമ്മയുടെ തക്കര? എവിടെ അമ്മയുടെ തക്കര? എവിടെ അമ്മയുടെ പൊന്നെവിടെ? അമ്മയുടെ പൊന്ന് ഗുഡ് ബോയ്. നമ്മളേ ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണല്ലോ, ഒറ്റ ദിവസം കൊണ്ടാണല്ലോ ഇവനെ വാങ്ങിച്ചത്. ആ സ്റ്റോറി ഒന്ന് പറയോ? അത് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ വാങ്ങണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ നീ നോക്കില്ലല്ലോ എന്നുള്ള മൈൻഡിൽ ഞാൻ ഇങ്ങനെ ഇട്ടതാ. എന്നാ ഞാൻ നോക്കാണ്ട് എനിക്ക് ഇഷ്ടമില്ലേ ഡോഗ്സിനെ? ഇഷ്ടമുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് എങ്ങനെയാന്ന് അറിയില്ലല്ലോ. നോക്കാനായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചു പുതിയ ട്രെയിനോ കണ്ടുട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു സൂപ്പർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു. പിന്നെയാണല്ലോ നമ്മളെ ഫിലിം കണ്ടത്. അപ്പോഴല്ലേ നിനക്ക് ഡോഗിനെ വാങ്ങിയേ പറ്റൂന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പിറ്റേ ദിവസം നമ്മള് ഡോഗിനെ വാങ്ങിച്ചു. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങുമ്പോഴും ശരത്ത് ആ സൈറ്റിൽ നോക്കണുണ്ട് പട്ടിനെ. ഞാൻ കാലത്ത് എണീറ്റപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവനല്ലല്ലേ, നമ്മൾ ഇവനല്ലല്ലോ വാങ്ങാൻ ഉദ്ദേശിച്ചേ. ഇവന്റെ ചേട്ടനെയോ അനിയനെയോ ആണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അനിയനെ. അവിടെ എത്തിയിട്ട് എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി. എന്താ കാരണം? എന്താ അറിയില്ല, ഇവനെ കണ്ടപ്പോ ഭയങ്കര നല്ല കുറുമ്പനാണല്ലേ. അതെ. അവർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ നമ്മള്. ട്രെയിനിങ് കൊടുക്കാൻ കഡിയനാണ്. കഡിയൻ എന്താ കഡിയാണ്, ഫുള്ള് കഡിയ. ആ കുഞ്ഞല്ലേ അല്ലേ? 2 മാസമായിട്ടുള്ളൂ. പക്ഷെ എന്നുവെച്ചാ അവന്റെ എന്താ പറയാ, അവന്റെ ഉള്ളിലെ കുട്ടിത്തം ആണ് അവൻ കാണിക്കുന്നത് അല്ലേ? ഈ ഡോഗ്സിന്റെ അടുത്ത് എപ്പോ തൊട്ടാണ് ഇത്രയ്ക്കും എന്താ പറയാ ഇത്രയ്ക്കും ഒരു എന്താ പറയാ ഇഷ്ടം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമൊക്കെ ഇത് എപ്പോ തൊട്ടാ? ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസണോ ഒക്കെ ഉണ്ടാവുമല്ലോ. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്ഷന് കൊടുക്കില്ല കേട്ടോ. ഇതല്ലേ അമ്മ പിച്ച റോളക്ഷന് കൊടുക്കില്ല കേട്ടോ. ഇതെന്റെ മോന്റെ ബൈക്കാണല്ലേ.
അച്ചോ ബ്ലാക്ക് ട്രെയിൻ നോക്ക്. ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു ഈ പറഞ്ഞ പോലെ. അച്ചു അതിനെ വിടടാ. എടാ നിന്റെ പോലെ കുഞ്ഞാണ് അവനും. ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. പണ്ട് അച്ഛനായിരുന്നു നമ്മുടെ ഹീറോ. അച്ഛനത് നമ്മൾ കണ്ടിട്ടില്ല, കാരണം അച്ഛൻ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഗൾഫിലായിരുന്നല്ലോ, പുറത്തായിരുന്നു. അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛൻ്റെ കൂടെ അങ്ങനെ വീട്ടിൽ പശു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പശുവിനെ തീരാനായിട്ട് പോകുമ്പോ മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അന്നൊരു ഡോഗ് ഉണ്ടായിരുന്നു, ഒരു നാടൻ, ഒരു കൈസർ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഫ്രണ്ട്സൊക്കെ ചെറുതല്ലേ, അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് അച്ചു അതിന്റെ കാല് പിടിച്ച് വലിക്കല്ലോ, അച്ചു വേന എടുക്കില്ല അവന്. ആ സമയത്ത് അച്ചു അവന്റെ ഫ്രണ്ട് അല്ലേ, എങ്ങനെയോ ഒരു ഇഷ്ടം ഈ ഡോഗിനോട്. ഒരു നാടൻ പട്ടിയായിരുന്നു. എങ്ങനെയാണ് ഇവരോട് ഇത്ര അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നി തുടങ്ങിയതൊക്കെ എപ്പോഴാ? ചെറുപ്പം മുതലേ ഇവരോട് ഇഷ്ടമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നന്ദിയൊക്കെ നല്ല, എന്താ പറയാ, നമ്മള് പറഞ്ഞു കേട്ടില്ലേ, നമ്മള് ചോറ് കൊടുത്ത നന്ദി കാണിക്കുന്ന, അത് കറക്റ്റാണ്. അത് എനിക്ക് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് പല ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ചെറുപ്പത്തിൽ എനിക്ക് ടുട്ടു എന്ന് പറഞ്ഞൊരു നാടനും ഒരു പോമറേനിയനും മിക്സ് ആയിരുന്നു. അപ്പം അത് ചെറുപ്പത്തില് അമ്മ അടിക്കാൻ വന്ന സമയത്ത് അമ്മേനെ കടിക്കാൻ പോയി. അപ്പോഴാണ് എനിക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതായിരുന്നു ഫസ്റ്റത്തെ ഇൻസിഡന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ +1 +2 ഒക്കെ ആയപ്പോ തന്നെ നമ്മള് ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ വാങ്ങിച്ചു. അതെങ്ങനെയാ വാങ്ങിച്ചത്? പൈസ എവിടുന്നായിരുന്നു? പറയാൻ പറ്റില്ല. അപ്പൊ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞാ, എനിക്ക് വീട്ടില് ഡോഗ്സിനെ വലിയ താല്പര്യമില്ല. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡോഗ്സിനെ അധികം എനിക്ക് ഡോഗ്സിനെ ഇങ്ങനെ കൂട്ടിലടച്ചിട്ട് വളർത്തുന്നതിന് ഇഷ്ടം. ഇങ്ങനെ അയച്ചിട്ട് ഒരു അച്ചു അപ്പിടവൻ അപ്പിടട്ടെ, നിർത്ത അച്ചു വലിക്കല്ലേ. ആ കൊക്ക് കൊക്ക് ദിയ കുറച്ചു നേരം നീ കൊണ്ടുപോഞ്ഞി. പോടാങ്ങട്. +2 പഠിക്കുന്ന സമയത്താണ് ബ്ലാക്കിനെ വാങ്ങിച്ചത്, ജർമ്മൻ ഫീമെയിൽ. അതിന് നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ, അത് പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഡോഗായിട്ട്. അർജുനാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നീ കണ്ടുള്ള അർജുന. പിന്നെ അതിന്റെ ഇടയിൽ ഫാമും കാര്യങ്ങളും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫാമില് മൊത്തം എത്ര ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വന്ന് കണ്ടിട്ടൊക്കെ എത്ര ഡോഗ്സ് ആയിട്ട് ഇടപഴകിയിട്ടുണ്ടാവും? അത് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കുറെ കുട്ടികളുണ്ട്, കുറെ ഒരു 10-50 നമ്മുടെ ഫാമിൽ തന്നെ വന്ന് ഉണ്ടായിരുന്നു. മീൻസ് വന്ന് പോയിട്ടും കാര്യങ്ങളും ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോഗ്സ് പറഞ്ഞ പോലെ പലതും വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയത് നമ്മൾ ചെറുപ്പം മുതലേ വളർത്തുന്ന ഡോഗ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. വലിയ ഡോഗ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിനോട് വലിയ അറ്റാച്ച്മെന്റ് മീൻസ് ഉണ്ടാവില്ല നമ്മുടെ ഈ ഡോഗ്സിന്റെ അത്ര, ഈ നമ്മൾ വളർത്തിയ ഡോഗ്സിന്റെ അത്ര. അത് ചെറുപ്പത്തിലെ വാങ്ങിച്ചു കഴിഞ്ഞാലേ ഭയങ്കര അറ്റാച്ച്ഡ്. നമ്മൾ എന്ത് വിചാരിച്ചാലും അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. അത് ശരിയാ. ഇപ്പൊ അർജുന്റെ ഇത് നിങ്ങൾക്ക് അറിയാലോ, അർജുന് ഏജായി. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ കാസ്പറും ചാർലിയാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് ഉള്ളത്. ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാർക്ക് എന്താ പറയാ, ആൾക്കാർക്ക് എന്നല്ല പറഞ്ഞിട്ടില്ല, ആർക്കും അത് മനസ്സിലാവില്ല. അത് വളർത്തി തന്നെ ഫീൽ അനുഭവിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്താ ഒരു പട്ടി എന്നുള്ള രീതിയിലാണല്ലോ ആൾക്കാർ ഇതാക്കുക. വേറെ എന്തൊക്കെ പേര്. ഇതൊരു ബിസിനസ്സല്ല, നമുക്കൊരു ബിസിനസ്സോ സംഭവം ഫാം ഇട്ടത് തന്നെ നമ്മളൊരു ഫ്രണ്ട്സായിട്ട്
ഒരുമിച്ച് താമസിക്കാന്നുള്ള രീതിയും ഞങ്ങൾ ഫാമായിട്ട് തുടങ്ങിയതല്ല നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും കൂടി അവിടെ താമസിച്ച് പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതൊരു തന്നെ ഒരു ഇതായിപ്പോയി, അങ്ങനെ മാറിയതാ അല്ലേ. പക്ഷേ അടിപൊളി, എന്താ പറയുക, അതിനൊരു വേറെ ഫീലാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇതിൻ്റെ എന്താ പറയുക, ഇതിനെന്ത് വരുമാനമല്ല ഇതിൽ, അത് നമുക്ക് വേറെ സംഭവം പൈസ നമ്മുടെ കയ്യിൽ കുറേ ഇറങ്ങിപ്പോവും. പക്ഷെ അതിലും നമ്മളെന്തെങ്കിലും ജീവിക്കണേ, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പം എനിക്കൊരു എന്താ പറയുക, ഒരു കാറ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ അത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്കൊരു ലഹരി എന്ന് പറയുന്നത് എന്താ പറയുക ഇതാണ്. അപ്പം നമുക്ക് ഈ ഡോഗ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാ മൃഗങ്ങളോടും ഭയങ്കര പൈസ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമ്മൾ വർക്ക് ചെയ്യാം, നമ്മൾ ബാക്കി നമ്മുടെ ഇഷ്ടമുള്ളത് ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് ആ ഒരു ജീവിതമുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാവർക്കും ഹാപ്പിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ എല്ലാവരും ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അതും കറക്റ്റ് സ്ഥലത്താ ദൈവം കൊണ്ട് എത്തിച്ചേ. അതെ അല്ലേ? ഞങ്ങള് സ്വീഡനിൽ വരണൊക്കെ മുന്നേ ഞാന് വീടിന്റെ നമ്മൾ താമസിക്കണ നമുക്ക് അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് സ്കൂളുകളും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ശരത്ത് എന്തായിരുന്നു ഗൂഗിൾ മാപ്പിൽ നോക്കുന്നുണ്ടായേ? അല്ല, ഇവിടെ നല്ല എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ, നമ്മുടെ നാട് അടിപൊളിയാ. പക്ഷെ എന്താ പറയാ, ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഈ ഡോഗ്സിന്റെ അടുത്ത് നടക്കുന്നതും അത് ഞാൻ ഓരോരുത്തരെ പ്രത്യേക എടുത്ത് പറയണില്ല. പക്ഷെ വീട്ടിൽ അറിയാലോ, വീട്ടിൽ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഡോഗ്സിനെ. ഞാനും അച്ഛനും അമ്മയും തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്ന കാര്യം ഈ ഡോഗ്സ് തമ്മിൽ. അമ്മനെ കുറെ പറ്റിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അമ്മ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനും സംഭവം ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എന്റെ അച്ഛൻ വിചാരിക്കണ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ പട്ടിയുടെ പിന്നാലെ ഇങ്ങനെ പോകണം. അപ്പൊ ഒന്ന് അച്ഛനെ കൂടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവൻ എവിടേക്ക് പോകുന്നതാണ്. അല്ല, പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇതിൽ. ഇത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പൊ ഞാൻ ലഹരി എന്ന് പറഞ്ഞ ഇതിൽ പറയുന്നതല്ല, നമുക്ക് അതിന് വേറെ ഫീലാ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. നമുക്കിപ്പോൾ വേറൊരാളുടെ ഇഷ്ടം, ഇപ്പോൾ ചിലവർക്ക് ഗെയിമിങ് ആയിരിക്കും, ചിലവർക്ക് എന്താ പറയുക വണ്ടിയോടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, ഓരോന്നിനോടുള്ള ഭ്രമം. അതെ, നമുക്ക് എന്താ പറയാ, എനിക്ക് ഈ പട്ടിന്നല്ല കേട്ടോ, എനിക്ക് മൃഗങ്ങളൊക്കെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. മൃഗങ്ങളെ മാത്രമല്ല മനുഷ്യരും ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. മനസ്സിലായോ? അത് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ഒരുത്തൻ്റെ, അതിലവൻ പറയുന്നത് കറക്റ്റ് അല്ലേ. ഇവർ ചതിക്കില്ല. അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ അർജുനെ വളർത്തിയിട്ട് എനിക്ക് ഭയങ്കര അതിലൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം എനിക്ക് എന്താ പറയുക, അതൊക്കെ ആയിരിക്കാം എനിക്ക് ഒരു അർജുന. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലേ. പുള്ളിക്ക് ഇങ്ങനെ വല്ലാണ്ട് കൊഞ്ചിക്കണം തോന്നുന്നു ഇഷ്ടമില്ല. എനിക്കും ഈ പറഞ്ഞ പോലെ കൊഞ്ചിക്കുന്നൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, അത് അവരുടെ കൂടെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനോടുള്ള ഒരിത്. അല്ലാണ്ട് നമ്മൾ വളർത്താണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തി കഴിഞ്ഞാൽ ഒരു ഡോഗിനെയും നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളതിനെ കൊഞ്ചിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കൊന്നും വേണ്ട. പക്ഷെ ഫുഡ് കൊടുത്ത് മര്യാദയ്ക്ക് നോക്കണമെങ്കിൽ അവരിവിടെ അർജുന പിന്നെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരുവാണെങ്കിൽ പോലും ശരത്ത് കുറേ നേരം അതിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഒന്ന് കുളിപ്പിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നല്ല ഉഷാറ് ഉണ്ടായിരുന്നു അല്ലേ. അർജുൻ വേറൊരു ലെവല് ഡോഗായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഡോഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമുള്ള ഡോഗായിരുന്നു. അത് അതിൻ്റെ ഇവൻ അച്ഛനും ഭയങ്കര, അച്ഛനും സിദ്ധിക്കും ഭയങ്കര കാര്യമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ. പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ കാസ്പറിനെയും ചാർലിയുടെ ഒക്കെ ഗുണപാഠം പഠിപ്പിക്കാനായിട്ട് നമ്മള് അർജുന്റെ അടുത്തല്ലേ ആക്കാറ്. അതെ, അർജുൻ്റെ അടുത്ത് പോയി പഠിച്ചവരൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ക്യാരക്ടറുള്ള ഇതാ. നമുക്ക് എന്താ പറയുക, ഭയങ്കര ക്യാരക്ടറാണ് ഇവർക്ക് ഡോഗ്സിന്. അത് ചുമ്മാ കൂടുതൽ വളർത്തലല്ല കേട്ടോ. ഇവരെ നമ്മളെന്താ പറയുക, കൊണ്ട് നമ്മുടെ കൂടെ ഒന്ന് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. സംഭവം ഫാം അടിപൊളിയായിരുന്നു അല്ലേ. ഫാം നല്ല ലൈഫായിരുന്നു സംഭവം. ജോലി വേറെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്.
എന്താ പറയുക കുറേ എനിക്കിങ്ങനെ കൂടുതൽ സത്യം പറഞ്ഞാൽ കൂടുതലിട്ട് വളർത്തുന്നത് വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ അവിടെ കൂടുതൽ വളർത്തില്ലെങ്കിൽ ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ തെങ്ങിൻ തോപ്പിൽ അവിടെ അയച്ചുകൊണ്ട് നടക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് പട്ടികളെന്നല്ല, ഈ പ്രാവ് ഉണ്ടായിരുന്നില്ല അവിടെ, പിന്നെ മറ്റേ കുറേ തരം കിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ കുതിരകളുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു ഫീലായിരുന്നു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ലൈഫ്. ഇവിടുത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ? മിക്ക ആൾക്കാരുടെ കയ്യിലും ഡോഗ്സ് ഉണ്ട്. അതും അവർക്ക് ഡോഗ്സിന്റെ ക്യാരക്ടർ നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര സോഷ്യലാണല്ലേ? എല്ലാവരും നന്നായി സോഷ്യലൈസ് വളർത്തുന്ന കാരണം അവർ പക്ക നല്ല ക്യാരക്ടറാണ്. കാരണം അവരെല്ലാത്തിലും ഡോഗിന് ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാം വിളിച്ച് കഴിഞ്ഞാൽ ഡോഗിനെ കൂടി ഇൻവൈറ്റ് ചെയ്യവര്. എന്താ പറയാ, പണ്ട് അച്ഛനുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളായിരുന്നു വാങ്ങിച്ചോണ്ട് വരണ്ടേ എല്ലാവരും വരുമ്പോ. അതെ, ഇപ്പൊ റോളക്സിനുള്ള ടോയ്സും കൂടിയാണ് അതില് ഉള്ളത്. അവരുടെ സ്ക്രീൻ ടൈം അല്ലേ ഭയങ്കരമായിട്ട്, അവരുടെ സ്ക്രീൻ ടൈം. മറ്റേത് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനൊക്കെ ടിവിയും ഫോണും ഗെയിമും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും റോളക്സ് എവിടെ ഇത് പറഞ്ഞോണ്ട് അല്ലേ. അവനും പിള്ളേർ പോയി കഴിഞ്ഞാൽ ഭയങ്കര തീരെ ഉഷാറിലേക്ക് എടുപ്പാണ് പുള്ളി. അതെ, സ്ക്രീൻ ടൈം നല്ല മാറ്റമായി. എന്നുവെച്ചാൽ അവര് ഇപ്പൊ കൂടുതൽ ഇവന്റെ ആണ് ഫുള്ള് കളി കാര്യങ്ങളൊക്കെ അല്ലേ. ഇവരുടെ കൂടെ നടക്കുമ്പോൾ എന്താ പറയാ, ഒരു റിലീഫാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓഫീസിൽ ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്ന് ഒന്ന് മാറി, എന്താ പറയാ, ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് ശരിയാ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാനും വഴക്ക് പറഞ്ഞാലും കുറച്ചു നേരം പോയി അപ്പം തന്നെ വീണ്ടും വരും. പാവം.